ഹലോ. പിന്നെ എല്ലാം ഓക്കെ അല്ലേ? ഏ? അപ്പോൾ ഈ ഒരു സ്പോട്ട് എന്ന് പറയണത് നമ്മളെ നാടായ ചക്കരക്കല്ലിന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8.5 9 കിലോമീറ്ററോളം ദൂരമുള്ളൊരു സ്പോട്ടാണ്. ഈ സ്ഥലത്തുനിന്ന് മന്തിയെല്ലാം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസിലും വരുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഇവിടുന്നൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ പോയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഒരു ഉച്ച ഒരു 1:30 ആകുമ്പോൾ നേരെ ഇങ്ങോട്ട് വിട്ടേ. ഈ മന്തി ഇടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. എത്രയോ ജന്മമായി നീ എൻ്റെ പ്രാണനായി. അതൊക്കെ ഒരു കാലം. അങ്ങനെ ആ പാട്ടെല്ലാം ഓർത്തെടുത്തതിന് ശേഷം ആദ്യം ഇവിടുന്ന് ഞാൻ കഴിച്ചത് മട്ടൻ മന്തിയാ. ബിരിയാണി ആയാലും മന്തി ആയാലും നമ്മളെ ആ ഒരു രീതി ഉണ്ടല്ലോ, അത് വിട്ടിട്ടുള്ള ഒരു പരിപാടിയുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ലേശം മന്തി റൈസ് മാത്രം ഒഴിച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ ചെറിയൊരു കഷ്ണം മട്ടൺ ഇങ്ങോട്ട് പതുക്കെ പറിച്ചെടുത്ത് അത് ഞാൻ വിചാരിച്ച അത്ര ഒരു സോഫ്റ്റ് അല്ലേനു. മട്ടൻ്റെ ഫ്ലേവർ വലിയ കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ അടുത്ത മന്തി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 79 ഓഫറിൽ ഒരു ബർഗർ ഉണ്ട്, അതൊന്ന് കഴിച്ചു നോക്കി. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബന്നെല്ലാം സോഫ്റ്റ് ആണ്, പിന്നെ ബർഗർ ഡ്രസ്സിങ്ങും കൊള്ളാം. അങ്ങനെ അത് കഴിച്ചതിന് ശേഷമാണ് ഈ ചിക്കൻ മന്തിയിലോട്ട് കൈവച്ചത് കേട്ടോ. ഇവിടെ ഏത് മന്തി എടുത്തു കഴിഞ്ഞാലും അൺലിമിറ്റഡ് റൈസ് കിട്ടുമേ. ക്വാർട്ടർ ചിക്കൻ മന്തിക്ക് 180 രൂപയാണ് റേറ്റ്. ചിക്കൻ സോഫ്റ്റ് ആണ്, പക്ഷെ മറ്റേ ഭയങ്കര അലിഞ്ഞു പോകുന്ന പോലത്തെ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഇല്ലേ, അങ്ങനത്തെ ടൈപ്പ് ചിക്കൻ ഒന്നുമല്ല, പക്ഷെ എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. പിന്നെ ഇവിടെ 4 ഫ്ലേവേഴ്സിലുള്ള അൽഫാം കിട്ടും. ഒന്ന് സാധാരണ അൽഫാം, പിന്നെ പെരി പെരി അൽഫാം, പിന്നെ ഹണി അൽഫാം, പിന്നെ നല്ല കുരുമുളക് അഥവാ പെപ്പർ അൽഫാം. ദൈനംദിന കാര്യങ്ങൾക്ക് എനിക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യം ഒരു ഘടകമായതുകൊണ്ട് തന്നെ എല്ലാ അൽഫാമും ചെസ്റ്റ് പീസ് മതിയെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. എന്നിട്ട് ഓരോ അൽഫാമിന്ന് ചെറിയ ചെറിയ കഷ്ണം ഇങ്ങനെ എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നേ. അൽഫാം അങ്ങനെ ഭയങ്കര എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു സാധാരണ ടേസ്റ്റ്. പക്ഷേ ഹണി അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞാൻ കഴിച്ചതാണ് ഈ ആവോലി മന്തി. ആ മന്തി റൈസ് മാത്രം കുഴച്ച് കഴിക്കുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് ഈ ആവോലി കൂട്ടി കഴിച്ചാൽ എനിക്ക് തോന്നിപ്പോയിന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ആവോലി തീരെ പോരേനും ഒരു ഫ്രോസൺ ടൈപ്പ് ആവോലിയേനും ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മസാലയൊന്നും കാര്യമായിട്ട് പിടിച്ചിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ മന്തി റൈസിൻ്റെ ഫ്ലേവർ കുഴപ്പമില്ല, ഭയങ്കരമാണെന്ന് പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അതിന് ശേഷം ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഒരു 3, 4, 5, 6, 8 പീസ് ഫ്രൈഡ് ചിക്കനാണ്. അനക്ക് കിട്ടിയ ഫ്രൈഡ് ചിക്കൻ എന്തായാലും ഫ്രൈ ചെയ്തത് പഴയ ഓയിലൊന്നുമല്ല, അതെന്തായാലും കഴിച്ചേരം മനസ്സിലായിന്. പക്ഷേ ടേസ്റ്റ് കുറച്ചും കൂടെ ഒരു ഫ്ലേവറൊക്കെ ആവായിരുന്നെന്ന് തോന്നി. പിന്നെ ഒരു വലിയ ബർഗർ കഴിച്ചിന് ഇവിടുന്ന്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടുന്ന് കഴിച്ചത് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഐറ്റം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തായിട്ടാണ് ഈ ചിക്കൻ ബിരിയാണി. ബ്രോയിലർ ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. 2 പീസ് വരുന്ന ബ്രോയിലർ ചിക്കൻ ബിരിയാണിക്ക് ഇവിടെ 160 രൂപയാണ് കേട്ടോ റേറ്റ്. ആ റൈസ് മാത്രം പതുക്കെ കുഴച്ച് കഴിച്ചേരം തന്നെ ആ ബിരിയാണീൻ്റെ ഫ്ലേവർ ഏറെക്കുറെ നമുക്ക് മനസ്സിലായിക്ക്. അതിന് ശേഷം ആ ചിക്കൻ്റെ ലെഗ് പീസിന്ന് ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി നല്ല ഫ്ലേവർ വരും, പക്ഷേ റൈസ് കുറച്ചും കൂടെ ഒരു പൊടിക്കും കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു. പിന്നെ ഒരു മൊയ്റ്റോ കുടിച്ചിന്, ഒരു ഫലൂദയും കുടിച്ചിന്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ 3 വരിയ ജംഗ്ഷനിൽ 3 വരിയ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള ഈ ബെസ്റ്റ് ബോംബെ ഫാമിലി റെസ്റ്റോറൻറ്റാണ്. എന്നിട്ട് ഞാൻ നേരെ അവിടുന്ന് വീട്ടിലേക്കാണ് പോയത്. അതിന് ശേഷം വൈകുന്നേരം ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയി പെപ്പർ ഷാക്ക് പോയിട്ട് അവിടുന്നൊരു ചൂട് സൂപ്പ് ഊതി ഊതി കുടിച്ചതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനടുത്ത്. അവിടെ നടക്കാനും ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് ചിലർ ഫലൂദ കുടിക്കുന്ന രംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അന്നേരേ വിചാരിക്കും ഞാൻ ആടെ പോയിട്ടൊരു ഫലൂദ കുടിക്കണമെന്ന്. അങ്ങനെ നേരെ അങ്ങോട്ടാണ് വിട്ടേ. 110 റുപ്യക്ക് ഇവിടെ നല്ല വേർത്തായിട്ടുള്ളൊരു ഫലൂദ ഉണ്ട് കേട്ടോ. 3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ട് വരുന്ന ഒരു ഫലൂദ. 2 ഫ്ലേവേഴ്സാണ് ഉണ്ടാവുക, വെനീലയും ഉണ്ടാവും, പിന്നെ സ്ട്രോബെറി ഉണ്ടാവും. ഇനി ഇത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടുന്ന കടയായോണ്ടാണോ എന്നറിയില്ല, ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ടാവും, പിന്നെ നട്ട്സും എല്ലാം ഉണ്ട്. അതിതാ മേലേന്ന് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് വേണം കുടിക്കാൻ. അടിപൊളിയായിരുന്നു കേട്ടോ. 110 റുപ്യക്ക് അങ്ങനെ ഐസ്ക്രീം എല്ലാം ഇട്ടിട്ടുള്ള ഒരു നാടൻ ഫലൂദ കണ്ണൂർ ടൗണിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇനി കിട്ടുമെങ്കിൽ തന്നെ ഞാനിതുവരെ കുടിച്ചിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഫലൂദ കുടിച്ചതിന് ശേഷം പിന്നെ ഇവിടെ കുറേ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ട്, അതായത് ഫ്രഷ് ജ്യൂസ് ഉണ്ട്. ഇവിടെ ഒരാൾ എല്ലാ ദിവസവും വൈകുന്നേരം അയാളെ വയറ് കുറക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഓറഞ്ച് മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ വരുന്നുണ്ടല്ലോ. അങ്ങനെ അത് കുടിച്ചിട്ട് അയാളെ വയറും കുറഞ്ഞതിന് ഇവർ ആ ഐറ്റം മെനുവിൽ ആഡ് ചെയ്യുകയും ചെയ്തിന്. അപ്പം ഞാനിടുന്ന ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചതിന് ശേഷം മൂപ്പരെ, അതായത് അയാളെ ആ റെസിപ്പി വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഓറഞ്ച് ക്യാരറ്റ് മിക്സ് ജ്യൂസും കുടിച്ചിനെ. ഒറ്റ ദിവസമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് കഴിച്ച ഫ്രൈഡ് ചിക്കൻ്റെ ഫാറ്റും ആ കുമ്പയെല്ലാം ചിലപ്പോൾ അങ്ങ് പോയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഏഹ് അപ്പോൾ ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് കുടിച്ചത് ഇവിടെ മാത്രം കിട്ടുന്ന വാട്ടർമെലോൺ ഷേക്ക് അഥവാ ബത്തക്ക ഷേക്കാണ്.
ഇതിൽ ഇവരൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ സാധനം. അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബെല്ലാട് റോഡിലേക്ക് പോകുന്നതിൻ്റെ ആ ജംഗ്ഷനിൽ തൊട്ടിപ്പുറത്തുള്ള ഈ ഫ്രൂട്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഈ കടയാണ്. പിന്നെ കണ്ണൂർ നമ്മളൊരു പഴയ ചങ്ങായിനെ കണ്ട് അയാളോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഒരു ഗ്ലാസ് ചായയെല്ലാം കുടിച്ചിട്ട് അയാൾ പോയി. പിന്നെ ഞാൻ നേരെ ഒന്ന് പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം നീട്ടി വലിച്ചൊന്ന് നടന്ന്. അത് കഴിഞ്ഞേരം പിന്നെയും വിശക്കാൻ തുടങ്ങി. ഇനി വിശന്നിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ നേരെ നമ്മൾ ടേക്ക് വൈസ് റെസ്റ്റോറൻ്റ് ഇല്ലേ, ആടാ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി ഐറ്റം ഉണ്ട്. അതാണ് ഈ സാധനം കോൾഡ് മെസ്സ എന്ന് പറഞ്ഞത്. ഇത് ശരിക്ക് 2-3 ആളുകൾ കഴിക്കേണ്ട ഐറ്റമാണ്. പക്ഷേ ഞാൻ കഴിച്ചത് ഒറ്റക്കാണ്. അതും കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ MRA ന്ന് ഒരു ഗ്ലാസ് ചായ ഇല്ലാത്തതുകൊണ്ട് പാലും കുടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ